നേപ്പാളിലെ അവസ്ഥ വളരെ സങ്കടകരമാണ്, ഭയാനകമാണ്. ഈ ദൃശ്യങ്ങളൊക്കെയും നമ്മൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. കാരണം പാലങ്ങളൊക്കെയും തകർന്ന് ആ വെള്ളത്തിൽ ഒലിച്ചു പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്യന്തം വേദനാജനകമാണ്. കൂടാതെ ആ ഒരു മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. 160-ലധികം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഭോട്ടെ കോശി നദി കരകവിഞ്ഞ് നിരവധി ഗ്രാമങ്ങളാണ് ഒലിച്ചുപോയത്. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ നേപ്പാളിൽ എത്തിയിട്ടുണ്ട്. അതെ, 140 ഇന്ത്യക്കാർ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായി എന്നാണ് അറിയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ഉണ്ട് ഇപ്പോൾ. ജിഷ്ണു, നേപ്പാളിലെ ദുരന്തം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സഹായമൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്, ഒട്ടേറെ ഇന്ത്യക്കാരുണ്ട്. മലയാളികളുണ്ടോ എന്ന് അറിയില്ല. എവിടെ എന്ത് നടന്നാലും അതിൽ മലയാളികൾ എന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്താണ് അവിടെ നിന്നും അറിയാനാവുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മായ, ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. നേപ്പാളിലെ പ്രത്യേകിച്ച് വടക്കൻ നേപ്പാൾ മേഖലയിലാണ് ഇത്തരത്തിൽ മിന്നൽ പ്രളയം വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന്റെ വളരെ ഭീകരത നിറഞ്ഞ ദൃശ്യങ്ങൾ നമുക്ക് മുൻപിലേക്ക് എത്തിയിട്ടുണ്ട്. ഭോട്ടെ കോശി നദിയിൽ അപ്രതീക്ഷിതമായി വലിയ രീതിയിൽ വെള്ളം കയറുകയും അത് ആ ഗ്രാമങ്ങളിലേക്ക് ഇടിച്ചു കയറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കണക്കുകൾ സംബന്ധിച്ചും കാണാതായവരെ സംബന്ധിച്ചും മരണസംഖ്യ സംബന്ധിച്ചുമുള്ള കണക്കുകളെല്ലാം തന്നെ ഇപ്പോൾ ലഭിക്കുന്നത് അത് ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കില്ല. ഏകദേശ കണക്കുകളാണ് നിലവിൽ പുറത്തു വരുന്നത്. അത് തന്നെ 160-ലധികം മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. അതിൽ 140-ലധികം ഇന്ത്യൻ പൗരന്മാരുണ്ട്. കേരളത്തിൽ നിന്നും ഈ സമയത്ത് നിരവധി ആളുകൾ നേപ്പാളിലുണ്ട്. അവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അവരെ പക്ഷേ മലയാളികളെ ആരും അത്തരത്തിൽ ഈ ഒരു അപകടത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നതിനപ്പുറത്തേക്കുള്ള മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ റിപ്പോർട്ടുകൾ ഇനി പുറത്തു വരാനിരിക്കുന്നു. ഏതായാലും ഇതുവരെ നമുക്ക് ഔദ്യോഗികമായി ലഭ്യമാകുന്ന വിവരങ്ങൾ പങ്കുവെക്കുമ്പോൾ 160-ലധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 140 ഇന്ത്യക്കാരുൾപ്പെടെയും 500-ലധികം പേരെ കാണാതായിട്ടുണ്ട്. തീർത്ഥാടന യാത്രയ്ക്കും ഒപ്പം വിനോദസഞ്ചാരത്തിനുമായി എത്തിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരാണ് അപകടത്തിൽപ്പെട്ടത്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ നേപ്പാൾ മലമുകളിലെ മഞ്ഞുമല ഇടിയാൻ സാധ്യതയുണ്ട് എന്നൊരു പുതിയ റിപ്പോർട്ട് നിലവിൽ നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കനത്ത ജാഗ്രത പാലിക്കാനാണ് നിലവിൽ നിർദ്ദേശം നൽകിയത്. നിലവിൽ അവിടെ സൈന്യത്തിന്റെയും പോലീസിന്റെയും എല്ലാം നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് സാധ്യമായ എല്ലാ സഹായവും ചെയ്യും എന്ന ഉറപ്പ് ഇന്നലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച് ഉറപ്പ് നൽകുകയും ശേഷം ഇന്ത്യയുടെ വ്യോമസേനാ വിമാനങ്ങൾ നേപ്പാളിൽ പറന്നിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ സഹായത്തിന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ ഇതിനോടകം തന്നെ നന്ദി അറിയിച്ചിട്ടുണ്ട്. മരുന്നുകളും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ, അതിനുവേണ്ട ഉദ്യോഗസ്ഥർ, ഇവരെല്ലാമാണ് ഇന്ത്യ ഈ ഘട്ടത്തിൽ വിട്ടു നൽകിയിട്ടുള്ളത്. കൂടാതെ വ്യോമസേനയുടെ കൂടുതൽ വിമാനങ്ങൾ നേപ്പാളിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. നേപ്പാളിൽ ഇത്തരത്തിൽ നദിയിൽ ക്രമാതീതമായി വെള്ളം കയറിക്കൊണ്ട് അത് വലിയ ദുരന്തമുണ്ടായ പശ്ചാത്തലത്തിൽ നേപ്പാളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അത് ബീഹാറും പിന്നീട് ഉത്തർപ്രദേശ് കൂടാതെ പശ്ചിമ ബംഗാൾ, ഈ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദികൾക്ക് സമീപം താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം നൽകിയത്. പ്രത്യേകിച്ച് പുതുതായി പുറത്തു വന്ന റിപ്പോർട്ട്, നേപ്പാളിന്റെ മലമുകളിൽ വീണ്ടും മഞ്ഞുമല തകരാൻ സാധ്യതയുണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നതിനാൽ ബീഹാർ, ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നദീതീരത്ത് താമസിക്കുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയത്. നേപ്പാളിനെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ് ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന വടക്കൻ നേപ്പാൾ മേഖലയിൽ ഈ മിന്നൽ പ്രളയം ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. മരണസംഖ്യ സംബന്ധിച്ചും ഒപ്പം കാണാതായവരെ സംബന്ധിച്ചുമെല്ലാം ആധികാരികമായ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. മായ. അതെ ജിഷ്ണു, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ നേപ്പാളിൽ ഉണ്ടായിരിക്കുന്നത് വലിയൊരു ദുരന്തമാണ്. പക്ഷേ ഇപ്പോൾ ചൈനയുടെ റിപ്പോർട്ട് പുറത്തു വരുന്നത് വീണ്ടും ഒരു മിന്നൽ പ്രളയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നേപ്പാളിന് അതീവ ജാഗ്രത നിർദ്ദേശം ചൈനയും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഇന്ത്യയും അതീവ ജാഗ്രതയിലാണ്. കാരണം അതിർത്തി സംസ്ഥാനങ്ങളായ ഉത്തർപ്രദേശും ബീഹാറും ഒക്കെ ഹൈ അലേർട്ടിലാണ് ഉള്ളത്. അവിടെ ജാഗ്രത നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അല്ലേ? അശ്വിത, തീർച്ചയായും. അതായത് നേപ്പാളിലെ മലമുകളിൽ വീണ്ടും മഞ്ഞുമല തകരാൻ സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ മഞ്ഞുമല തകർന്നു വീഴുകയാണെങ്കിൽ നദികളിൽ വീണ്ടും വെള്ളം ഉയരാനും അത്
വലിയൊരു മിന്നൽ പ്രളയത്തിലേക്ക് നിമിഷ നേരം കൊണ്ട് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് മുൻകരുതലായി എടുത്തുകൊണ്ട് അതീവ ജാഗ്രത പാലിക്കാനാണ് നേപ്പാളിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ നദീതീരത്ത് നിന്ന് മുഴുവൻ ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ ബോട്ടേക്കോശി നദി കരകവിഞ്ഞൊഴുകി അതിന്റെ തീരത്തുള്ള നിരവധി ഗ്രാമങ്ങളെയാണ് അത് തകർത്ത് കളഞ്ഞിട്ടുള്ളത്. നിരവധി കെട്ടിടങ്ങൾ, പാലങ്ങൾ, വീടുകൾ, ആളുകളെല്ലാം തന്നെ ഈ ദുരിതത്തിൽ, ഈ ഒരു മിന്നൽ പ്രളയത്തിൽ ഒലിച്ചു പോയിട്ടുണ്ട്. അതിന്റെ കൃത്യമായ കണക്കുകൾ എടുത്തു വരികയാണ്. ഒപ്പം ഐശ്വര്യ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്ത്യയും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് നേപ്പാളിൽ നിന്ന് ഇന്ത്യയോട് അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ, അത് ഏറ്റവും അധികം ഒന്ന് ബീഹാറും ഉത്തർപ്രദേശുമാണ്. പിന്നീട് ബംഗാളിലേക്കും നദികൾ എത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നിലവിൽ അത്തരത്തിലൊരു അതീവ ജാഗ്രത പാലിക്കാനോ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായിട്ടുള്ള സ്ഥിതിയോ ഇല്ല എന്ന നിരീക്ഷണമാണ് വിദഗ്ധർ നടത്തിയിട്ടുള്ളത്. ഒപ്പം നേപ്പാളിന് കൂടുതൽ സഹായം എത്തിക്കാനുള്ള തീരുമാനവും ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. ഐശ്വര്യ. ശരി ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ നേപ്പാളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയം തന്നെയാണ്. ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഈ പാലങ്ങൾ ഒന്നടങ്കം ഒലിച്ചു പോകുന്നൊരു കാഴ്ച. ഇനി ഒരു നേപ്പാളിനെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അസാധ്യം തന്നെയാണ്. അതേസമയം എല്ലാ സഹായങ്ങളുമായി ഇന്ത്യ രംഗത്തുണ്ട്. കൂടാതെ ഇന്ത്യയുടെ അതിർത്തി സംസ്ഥാനങ്ങൾ, അതായത് ഈ ബീഹാർ, ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാരണം പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകാം. വെള്ളപ്പൊക്കം പെട്ടെന്നുണ്ടാകുമ്പോൾ ജനങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് മാറണമെന്ന മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. എന്തായാലും ജിഷ്ണുവാണ് വിശദാംശങ്ങൾ നൽകിയത്.